കുറുപ്പേ, ഇങ്ങനെ എണ്ണിക്കൊണ്ടിരുന്ന കയ്യിൽ കിട്ടിയ ശമ്പളം പ്രസവിക്കാനൊന്നും പോണില്ല. ശമ്പളം കൂടണമെങ്കിൽ കൊടി പിടിക്കണം. അടുത്ത് എന്നോട് സമരം ഉണ്ടാവുന്നാണ് കള്ളക്കണാര മേസ്ത്രി പറഞ്ഞത്. അതൊന്നും വേണ്ടി വരുമെന്നാണ് എനിക്കും തോന്നുന്നത്. ഒരു ബോണസിന്റെ കാര്യം കേൾക്കാൻ തുടങ്ങിയിട്ട് 2 കൊല്ലമായി. എന്റെ ഈ ശമ്പളം ആ ഗേറ്റ് കിടക്കുമ്പോ തീരും. അത്രയ്ക്ക് കൊടുത്ത് തീർക്കാനുണ്ട്. തീർക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലടോ, മിച്ചം വെക്കാനാ പ്രയാസം. എന്റെ പൂമരം പൂത്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആ തലവേദന ഇല്ല. തന്റെ പൂമരം ഇഷ്ടം പോലെ പൂത്തിട്ടില്ലേ, വല്ലതും മിച്ചം വെച്ചേ പറ്റൂ. ഒന്ന് തന്നെ ഒരത്യാവശ്യത്തിനാണ് 1000 രൂപ കടം തരണം. അടുത്ത മാസം ഞാൻ അങ്ങോട്ട് തിരിച്ചു തന്നോളാം. എന്റെ എവിടുന്ന കാശ്? അതെന്താ അങ്ങനെ പറയണേ? കയ്യിലുണ്ടല്ലോ, കൊടുത്തൂടെ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ രണ്ടുപേരും കൂടെ 500 വീതം താ. അല്ലെങ്കിൽ മേസ്ത്രി ഒരു കാര്യം ചെയ്യും, ഇവിടെ തന്നെ നിൽക്ക്. ശമ്പളം വാങ്ങിച്ച് ബാക്കിയുള്ളവർ ഈ വഴിക്ക് തന്നെയുള്ള വരുന്നത്. ഞാൻ ഈ തുണി മിരിച്ച് മേസ്ത്രിനെ ഇതിൽ കിടത്തി ഒന്ന് ലേലം വിളിക്കാം. എത്ര പേരെ പോകുന്നു നമുക്കൊന്നറിയാലോ. പലചരക്ക്, മീൻകാരി, അത് കൊടുത്തില്ലായിരുന്നേ പൊളിച്ചതെറിയ. പത്രം, ഇലക്ട്രിസിറ്റിയുടെ ഷോക്ക് അടിക്കുന്ന അഡീഷണൽ ബില്ല്, അമ്മണിയുടെ പാവാട ധാവണി, അച്ഛന്റെ കുഴമ്പ്. പാൽക്കാരന്റെ കാശ് കൊടുക്കണ്ടേ? പറഞ്ഞാലും അതുകൊണ്ടല്ലേ. അത് ഞാൻ എഴുതാൻ മറന്നു. കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്ത് ബാക്കിയുള്ള 425 രൂപ മുറുക്കി പിടിച്ചോണ്ടിരിക്കാൻ. ഇനി ഇതുകൊണ്ട് വേണം ബാക്കിയുള്ള ദിവസം നമുക്ക് ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് ജീവിക്കാൻ. ഇനി ഇതിന് പാൽക്കാരനും കറക്കണോ? അവൻ അപ്പുറത്ത് കാത്തു നിൽക്കുന്നു. അപ്പുറത്തൊന്ന് നിൽക്ക. ഇനി പോലെ നമുക്ക് ചായയുടെ നിറമൊന്ന് മാറ്റിയാലോടി സരസു. ചായ ആയിട്ടും പാലായിട്ട് കുടിക്കണം. വെറുതെ എന്തിനാ കൂട്ടിക്കലക്ക് രണ്ടും ചീത്തയാക്കുന്നത്? അല്ലടാ ആരാണാ? അത് നേരെ. കട്ടൻ ചായയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാ. അത് പാലൊഴിച്ചെന്ന് കിട്ടത്തില്ല. അതെ, നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള ചായ മതി. അതുകൊണ്ട് നാളെ മുതൽ തന്റെ പാലോടെ വേണ്ട. അയ്യോ, പിള്ളേരൊക്കെ ഒന്ന് പച്ച പിടിക്കട്ടോ. അത് കഴിഞ്ഞ് മതി പാലും ചായയൊക്കെ. പാലിന്റെ വില കയറുന്നതനുസരിച്ച് ശമ്പളം കൂടുന്നില്ലല്ലോ. നിങ്ങൾ ഒരു വക്കീലാവേണ്ടതായിരുന്നു. ചായക്ക് പാല് വേണ്ടാന്ന് അവനെ കൊണ്ട് തന്നെ പറയിച്ചില്ലേ? വക്കീലോ? ഞാൻ എന്റെ മക്കളെ പഠിപ്പിക്കാൻ ഉപയോഗിച്ച ബുദ്ധി എന്റെ തന്ത എന്നോട് കാണിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ഹൈക്കോടതി ജഡ്ജിയായനെ. അനാവശ്യം പറഞ്ഞാൽ നല്ല പടവെച്ചു തരും ഞാൻ. 10ാം ക്ലാസ് തൊട്ടപ്പോ നാട് വിട്ട് ബോംബെക്ക് വന്ന് നിന്നോട് ആരടാ കഴുത പറഞ്ഞേ? ഞാൻ പഠിപ്പിക്കില്ലായിരുന്നു. 10ാം ക്ലാസ് വരെ എങ്ങനെ പഠിച്ചേ? കൂലിപ്പണി എടുത്തിട്ടാ. അന്നൊക്കെ ഓട്ടം നടക്കില്ലായിരുന്നു അച്ഛൻ. ഞാനൊന്ന് തുള്ളിയത് കൊണ്ടടാ നീയൊക്കെ കഞ്ഞി കുടിച്ചതും ഇന്നിങ്ങനെ ഒരു കുടുംബം ഉണ്ടായത്. ഇന്നിപ്പോ നിന്റെ ആൺമക്കൾ രണ്ടും പേടായി പോയി. അതിന്റെ തുള്ളലിന്റെ കുറ്റം. ഞാൻ പേടായതൊന്നുമല്ല, പേടായിട്ട് ജനിച്ചതാ. അങ്ങനെ ജനിക്കാനായിരുന്നു എനിക്ക് സൗകര്യം. നോക്കിക്കോ, എനിക്കൊരുത്തന്റെയും സഹായം ആവശ്യമില്ല. സർക്കാരിൽ നിന്ന് പെൻഷനൊന്നും കിട്ടിക്കോട്ടെ, ഞാൻ എന്റെ വഴിക്ക് പോയിക്കോളാം. മുത്തച്ഛന് പോകാൻ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതിനെന്തിനാ പെൻഷൻ? ഇല്ലേ അമ്മേ? മതി, തമാശ പറഞ്ഞു തീ പിടിക്കുന്ന ഈ സംസാരം ഒന്ന് നിർത്തണുണ്ടോ എല്ലാരും? ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത് ഈ മൂത്ത കുരങ്ങന. നല്ലൊരു വസ്തു. അച്ഛനാ? നമ്മുടെ അച്ഛനെ നോക്കാം. അച്ഛോ, എന്തായി? വീട്ടിൽ പോകണ്ടേ? എന്നെ ഇതിനകത്ത് പിണ്ടം വെച്ചിട്ട് നീ എവിടെ പോയടാ മോനെ? എങ്ങനുണ്ട്? കളി മാറി കുറുപ്പേ, കളി മാറി. താൻ എന്ത് പണിയാടോ കേശായി കാണിച്ച? പിണക്കം മാറ്റാ ഒരു രൂപ കള്ളുടുക്കാൻ പറഞ്ഞപ്പോ കുളിപ്പിച്ചോ? ഞാൻ എന്ത് ചെയ്യാനെന്നേ? അങ്ങനെ 4 തട്ടി. വാ പോവാ. നീ എന്നെ ഒന്ന് എടുക്കടാ മോനെ. നടന്നു വന്നാ മതി. എടാ, ചെറുപ്പത്തില് നിന്നെ ഞാൻ ഒരുപാട് എടുത്തോണ്ട് നടന്നിട്ടുണ്ട്. അതങ്ങനെ. നീ എന്തെങ്കിലും എന്നെ എടുത്തിട്ടുണ്ടോ? അത് ന്യായം. എടുത്തു കുറുപ്പേ. വെളുക്കാൻ തേച്ച പണ്ടായി പണ്ടാരം. അന്ന് നീ എന്റെ മേൽ ഒരുപാട് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ വേണം? അതായിട്ട് ഒഴിവാക്കേണ്ട ചേട്ടാ. ഇഷ്ടം പോലെ ഒഴിച്ചോ, നമ്മുടെ ആളല്ലേ. എടോ ഒന്ന് താങ്ങണോ. സാധനങ്ങളല്ലേ? അതിലും വലിയ സാധനം. എന്നാ പിടിച്ചോ, വണ്ടി പോട്ടെ. താഴ്ത്തിടല്ലേട്ടാ, നാളെയും വേണ്ടതാ. എന്റെ തോളത്തല്ല ഇരിക്കുന്നത്. താൻ പോ. എന്താ കുറുപ്പേട്ടന്റെ തോളിലെ? അതൊരു ചാക്ക അരിയ. 5000 5078. നീ ആ വെള്ളം ചൂടാക്കേ. അച്ഛന്റെ മോന് ഒരുപാട് പ്രായമായി. മോനെടുത്ത് അകത്തോണ്ട് കിടത്തിയത്. എല്ലിന് ഇത്ര വെയിറ്റ് വരും. പിന്നെ സുമതിയുടെ വീട്ടിൽ നിന്ന് ആള് വന്നിരുന്നു. ചന്ദ്രന്റെ മുത്തശ്ശിക്ക് നല്ല സുഖമില്ലാത്രേ. അവർക്കിപ്പോ എത്ര വയസ്സായി? അധികമൊന്നും ആയിട്ടില്ല. കഴിഞ്ഞ ചിങ്ങത്തില് 86 കഴിഞ്ഞിട്ടേ ഉള്ളൂ. വളരെ ചെറുപ്പമാണല്ലോ. വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പോയി നോക്കിയേക്കാം. നമ്മുടെ മോളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെന്നില്ലെങ്കിൽ പിന്നെ അവക്ക് അത് മതി. കഴിഞ്ഞ ചിങ്ങത്തില് 86 ആയ സ്ഥിതിക്ക് ഇനിയിപ്പൊ പോയാൽ രാത്രി തന്നെ മടങ്ങി വരാൻ പറ്റില്ല. അതുകൊണ്ട് മാറാനുള്ളതൊക്കെ എടുത്തു വെച്ചു. രാവിലെ പോവാം. ചന്ദ്രൻ മുത്തശ്ശിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലേ? അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങാതെ കിടക്കായിരുന്നു.
പുലർച്ചെ ഒരു 5 മണിയായിട്ടുണ്ടാവും. മുത്തശ്ശി ഇങ്ങനെ നാരായണ നാരായണ എന്ന് വിളിച്ചു. ഞാൻ കേട്ടോ നാരങ്ങ. ഉടനെ തന്നെ ഒരു നാരങ്ങ എടുത്ത് പൊളിച്ച് ഒരു അല്ലി എടുത്ത് വായിൽ വെച്ചു കൊടുത്തു. അതോടെ മുത്തശ്ശി ഏതായാലും ഈ നാരങ്ങയുടെ കാര്യം ആരും പറയാൻ പോകണ്ട പുറത്ത്. അതെന്ത്? ചിലപ്പോ കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരും. ആ നാരങ്ങ കൊടുത്താ കൊലപാതകമാവൂ? കാലം അതല്ലേ. രാഷ്ട്രീയക്കാരെങ്കിലും അറിഞ്ഞാ ഇനി കരഞ്ഞു കരഞ്ഞു വല്ല കേടും പിടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവളെ ഇങ്ങോട്ട് വിളിക്കേ. നന്നായി 5 മണിക്ക് ഉറങ്ങിയല്ലേ. ചന്ദ്രേട്ടനകത്തോട്ടിയല്ലേ. അപ്പൊ ഞാൻ മുത്തശ്ശി ഇങ്ങനെ കിടന്നുണ്ട എനിക്ക് അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് വരാൻ കഴിയാഞ്ഞത്. ഇനി ഞാനും ചന്ദ്രേട്ടനെ ഇടയ്ക്കിടയ്ക്ക് വരും. ഈ കമ്മലമ്മ എപ്പോഴാ വാങ്ങിയത്? ആ അത് കുറി കെട്ടിയപ്പോ എടുത്തതാ. എന്റെ വളയൊന്ന് മാറ്റിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നില്ല. അച്ഛാ, അടുത്ത തവണ ഞാൻ വീട്ടിൽ വരുമ്പോ കുറച്ചുകൂടി സ്വർണം കൂട്ടി ഈ വളയൊന്ന് മാറ്റി തരണേ. എന്റെ ഇടത്തിയമ്മേ, ഞങ്ങളെ ഇട്ടേച്ച് മുത്തശ്ശി പോയി. കിടക്കണ കിടപ്പ് കണ്ടില്ലേ? അയ്യേ, ഈ കണ്ടക്ടർ പണി വിളിച്ച് പറയാനാണോ ചേട്ടന് അത്യാവശ്യമായിട്ട് എന്നോട് വരാൻ പറഞ്ഞത്? അതിന് ലീവ് എടുത്ത ഒരു കണ്ടക്ടർക്ക് പകരം പോകാനായിട്ട്? ലീവ് എടുത്തവന് പകരം പോയി അങ്ങനെയല്ലടാ ഒരു ദിവസം അവിടെ പെർമനന്റ് ആവുന്നത്. നിന്റെ കയ്യിൽ കണ്ടക്ടർ ലൈസൻസ് ഇല്ലേ? അതുകൊണ്ടല്ലേ ഏട്ടാ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ബികോം കാരനല്ലേ. മാത്രമല്ല എനിക്ക് ഈ കാക്കി പണ്ടേ ഇഷ്ടമല്ല. കയ്യെടുത്തേ. എന്നാ എന്റെ മോനൊരു കാര്യം ചെയ്യ്, ഈ കാക്കിക്ക് പകരം വെൽവെറ്റ് ആക്ക്. വെൽവെറ്റ് കണ്ടക്ടർ എന്നുള്ള പേരും കിട്ടും. ഈ കണ്ടക്ടർ ജോലിക്ക് ഡെപ്പോസിറ്റ് അടച്ച് കയറി പറ്റാൻ ആളുകൾ ക്യൂ നിൽക്കുക. ആ ബസ് ഓണറുടെ കൈയും കാലും പിടിച്ചിട്ടാ ഞാൻ സമ്മതിപ്പിച്ചത്. നിന്നെ ഓർത്തിട്ടല്ല, നിന്റെ അച്ഛന്റെ കഷ്ടപ്പാട് ഓർത്തിട്ടാ. നീ തൊഴിലില്ലാത്തവനായി നിന്ന് ഷഷ്ടിപൂർത്തി ആഘോഷിച്ചാലും എനിക്കൊരു ചുക്കില്ലടാ. എന്നാലും അതല്ല ഏട്ടാ, ഈ പരിചയക്കാരുടെ മുമ്പിലൂടെ ബാഗും തൂക്കി വിസിലൂതി ഒരു ബികോം എന്നൊരു വാക്ക് മിണ്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ ചെപ്പി ഒന്നും പറയണ്ട ഏട്ടാ. ഇതെന്നെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യം. നീ ചത്താലും ഈ നാട്ടിലൊരു പുല്ലു സംഭവിക്കില്ലടാ. ആ വകയിൽ നിന്റെ അച്ഛന് മാസം തോറും 400 രൂപയെങ്കിലും ലാഭം കിട്ടും. കുടുംബത്തോട് സ്വല്പെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീയൊക്കെ പോയി കെട്ടി തുണിച്ചാവടാ. എന്നാ ചേട്ടാ കണ്ടക്ടർ എങ്കിൽ കണ്ടക്ടർ, ഡ്രൈവർ എങ്കിൽ ഡ്രൈവർ. ആ ബസ് കമ്പനിയുടെ പേരെന്താന്നാ പറഞ്ഞത്? എന്താ? മരിവിൽ ട്രാവൽസ്. ടിക്കറ്റ്. പുതിയ കണ്ടക്ടറാണ്, അതുകൊണ്ട് ടിക്കറ്റ് എല്ലാവരും ചോദിച്ചു വാങ്ങണം. ടിക്കറ്റ്. ഒരു ടൗൺ ഹാളിലേക്ക് 1:20 അല്ലേ? അതെ. എനിക്ക് പരിചയമില്ലാത്തണ്ട കേട്ടോ. ഞാൻ തൽക്കാലം കണ്ടക്ടറായിട്ട് പോകുന്നേ ഉള്ളൂ. ഞാനൊരു ബികോം കാരനാ. അത് ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, പറഞ്ഞെന്നേ ഉള്ളൂ. ബാക്കി കുറിച്ചിട്ടില്ല കേട്ടോ. ടിക്കറ്റ്. അതെ, ഒരാൾ ഒന്നിൽ കൂടുതൽ ടിക്കറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മിനിമം ഒരു ടിക്കറ്റെങ്കിലും എടുത്തിരിക്കണം. പുതിയ ആളാണ്, സഹകരിക്കണേ. ടിക്കറ്റ്. സന്ധ്യ എന്താ എത്ര രാവിലെ? എന്താ രാവിലെ തന്നെ സന്ധ്യയോ? ഇത് ആ സന്ധ്യ അല്ലേ ഏട്ടാ? ചേച്ചി ഒന്ന് മാറിക്കും. ആ പിന്നെ ഞാൻ ക്ലാസ്സിലേക്കാ. ബസ്സിലോ? കാർ എവിടെ? കാറിൽ പോരുമ്പോഴാണ് ഈ വേഷത്തിൽ വിനേട്ടനെ കണ്ടത്. വഴിയിലിറങ്ങി കാറ് തിരിച്ചയച്ചു. ഗുരുവായൂരപ്പനാണ് സത്യം. ഈ ജോലി കിട്ടിയ ആദ്യ ദിവസം തന്നെ സന്ധ്യ ഇങ്ങനെ കണ്ടുവിട്ടെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. ഏതാ കണ്ടക്ടർ മോനെ ഈ കുട്ടി? എവളാണ് വല്യമ്മ എന്റെ ജീവിതത്തിലെ ഡ്രൈവർ. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിട്ട് കൊല്ലം 2 വാ, നിനക്ക് അച്ചുവേട്ടനെ പരിചയപ്പെടുത്തി തരാം. വേണ്ട. വരാൻ. അച്ചോട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ സന്ധ്യ. ഇത്ര പെട്ടെന്ന് ആളെ കൈ കിട്ടിയോ? നല്ല രാശിയുള്ള ദിവസമാണല്ലോ മോനെ നീ തുടങ്ങിയത്. എവിടാ കുട്ടിയുടെ വീട്? ശ്രീകൃഷ്ണന്റെ അമ്പലത്തിന്റെ അടുത്താണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും പിന്നെ ഞാനും. ആങ്ങളമാരില്ല. അത് നന്നായി. പിന്നെ അച്ഛന് ബേക്കറി ഉണ്ട്. അപ്പൊ പിന്നെ കല്യാണത്തിന് ഒരുപാട് മൈസൂർ പാകം, ലഡ്ഡും ജിലേബിയും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇനി ദിവസവും ഈ ബസ്സിൽ കയറിയാൽ മതി. ഞാനിത് സ്ഥിരമാകാൻ പോവാ.